റേഷൻ വ്യാപാരികളും ഭക്ഷ്യമന്ത്രിയും നടത്തിയ ചർച്ച പരാജയം. അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനകൾ അറിയിച്ചു. 27 മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തും. സ്പന്ദന സാജു വിശദാംശങ്ങൾ നൽകും. സ്പന്ദന, ഏത് പോയിന്റിന്മേലാണ് ചർച്ച പരാജയപ്പെട്ടത്? ഇനി എന്താണ് റേഷൻ വ്യാപാരികളുടെ നീക്കം? സൈഫുദ്ദീൻ, വേതന പാക്കേജ് പരിഷ്കരിക്കുക, അതുപോലെ തന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ മാസം 27-ാം തീയതി മുതൽ കടകൾ അടച്ചിട്ട്, റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിലേക്ക് പോകുമെന്ന് ഈ റേഷൻ വ്യാപാരി സംഘടനകൾ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇന്ന് മന്ത്രി GR അനിൽ ഈ റേഷൻ വ്യാപാരി സംഘടനകളിലെ ആളുകളുമായി ചർച്ച വിളിച്ചിരുന്നത്. 2 മണിക്ക് ഈ ചർച്ച നടക്കുകയും ചെയ്തു. നിയമസഭയിലുള്ള മന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ചർച്ച നടന്നത്. പക്ഷേ ആ ചർച്ച പരാജയമാണ് എന്ന് അല്പസമയം മുമ്പ് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരുന്നു. പൂർണ്ണമായും ആ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത്. മന്ത്രിയുമായി ഒരു സമവായത്തിൽ എത്തുവാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 27 മുതൽക്ക് കടകൾ അടച്ചിട്ട്, റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് തങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി അവർ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, ഈ വാതിൽപ്പടി വിതരണക്കാരും നിലവിൽ സമരത്തിലാണ്. അവർക്ക് 100 കോടിയോളം രൂപ നൽകാനുണ്ട്. അതിന് പിന്നാലെയാണ് റേഷൻ വ്യാപാരികളും കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്.